മാപ്പിള സംഗീതത്തിന്റെ സമഗ്രമായ അറിവിലൂടെയുള്ള യാത്രയ്ക്ക് പാട്ടരങ്ങൊരുക്കുകയാണ് കുട്ടിപ്പട്ടുറുമ്മാൽ. സംഗീത സംസ്കാര വാഹിനിയായ ഈ അതുല്യവേദിയോടൊപ്പം നമുക്ക് പങ്കുവയ്ക്കാം നോമ്പിന്റെ വിശുദ്ധിയുടെ ഈ നാളുകൾ. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലാമിയ സിൽക്സ് കുട്ടി 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 കുട്ടിപ്പട്ടുറുമ്മാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമ്മാൽ വിജയികളെ കാത്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ നമുക്ക് സ്വാഗതം ചെയ്യാം. മനോഹരമായ ഒരുപാട് നല്ല ഗാനങ്ങൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ കുട്ടിപ്പട്ടുറുമ്മാലിൻ്റെ പ്രിയങ്കരനായ കുട്ടിപ്പട്ടുറുമ്മാലിൻ്റെ സ്വന്തം ഫിറോസ്ക സ്വാഗതം. നല്ല പാട്ടുകളിലൂടെ എപ്പോഴും മലയാളികളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സജ്ല. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മറ്റൊരു പ്രിയങ്കരിയായ ഗായിക, നമ്മുടെ വിധികർത്താവ് കൂടിയായ ഷബ്നം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ ഓർക്കസ്ട്ര ടീം. അത്രയും അധികം സപ്പോർട്ടാണ് നമ്മുടെ ഓരോ കണ്ടസ്റ്റന്റിനും അവർ നൽകുന്നത്. അക്കംപനിമെന്റ്സിന് നമുക്ക് സ്വാഗതം ചെയ്യാം. ഓർക്കസ്ട്ര ടീം സ്വാഗതം. മനമേറും പൊന്നുറുമാൻ ഇത് പാടും പൊന്നുറുമാൻ മനമേറും പൊന്നുറുമാൻ. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമ്മാൽ സീസൺ 2 ഇന്നത്തെ ഈ വേദിയിൽ പാടാനെത്തുന്നത് സമർപ്പണം റൗണ്ടിൽ സർഫറാസ് ആണ്. സർഫറാസിനെ നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ഹായ് സർഫറാസിക്ക. ഹായ്. സമർപ്പണം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? കണ്ണേറ് കൊണ്ടന്റെ എന്ത് പാട്ട്? ആർക്കാ സമർപ്പിക്കുന്നേ? സത്താർക്ക. 2 ലൈൻ പാടാമോ? പാടാം. കണ്ണേറ് കൊണ്ടന്റെ കൽബിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ, നിന്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നാൻ വരും നേരം കളിയാക്കി ചിരിക്കുമോ എന്നെ? നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സർഫറാസ്, നമ്മുടെ മാപ്പിളപ്പാട്ട് ശാഖയിൽ ഒരുപാട് മഹാന്മാരുണ്ടല്ലേ? നല്ല നല്ല വരികൾ കൊണ്ടും നല്ല നല്ല ഈണം കൊണ്ടും നമ്മളെയൊക്കെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള സമർപ്പണമാണ് സമർപ്പണം റൗണ്ട്. ഇന്ന് ആർക്കാണ് സമർപ്പണം സർഫറാസിൻ്റെ? സത്താർക്ക. KG സത്താർ. മാപ്പിളപ്പാട്ട് മേഖലയ്ക്ക് മികച്ച ഗാനങ്ങൾ പാടിത്തന്ന ഗായകരിൽ ഇന്ന് കാരണവരാണ് സത്താറിക്ക എന്ന KG സത്താർ. 1940കളുടെ ഒടുവിൽ ഇദ്ദേഹം പിതാവ് ഗുൽ മുഹമ്മദിനോടൊപ്പം ഗ്രാമഫോൺ റെക്കോർഡിന് വേണ്ടി പാടി. മതപണ്ഡിതനായ പിതാവിൽ നിന്നും കിട്ടിയ മതപരമായ ഭാഷാപരമായ അറിവും സംഗീതത്തിലെ അടിസ്ഥാനവും ഒരുപാട് മികച്ച ഗാനങ്ങൾ എഴുതുവാനും ഈണമിട്ട് ആലപിക്കുവാനും സത്താറിക്കയ്ക്ക് അവസരമൊരുക്കി. ഏറനാട്ടിലും മലബാറിലും അന്ന് വിപ്ലവകരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ഒട്ടനവധി നാടകഗാനങ്ങൾ പാടാനും ഈ ഗായകൻ അവസരം വന്നു. മക്കത്ത് പോണോരെ, പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ, യാ അല്ലാ യാ അല്ലാ, കണ്ണിൻ്റെ കടമിഴിയാളെ തുടങ്ങി മാപ്പിള ഗാനശാഖയ്ക്ക് മാതൃക കാണിച്ചു തന്ന ഒട്ടനവധി ഗാനങ്ങൾ പാടിയ KG സത്താറിനെ തേടി വന്ന പുരസ്കാരങ്ങൾ എണ്ണമറ്റതാണ്. സത്താറിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അല്ലേ? തൻ്റേതായിട്ടുള്ള ശൈലി, ഒരുപാട് ആരാധകർ, എത്ര മാപ്പിളപ്പാട്ട് ഗായകരുണ്ടെങ്കിലും സത്താർക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ശരിയാണോ? ശരിയാണ്, ചേച്ചി പറഞ്ഞത് ശരിയാണല്ലേ? അപ്പോൾ സത്താർക്കയുടെ ഏത് പാട്ടാണ് സമർപ്പിക്കുന്നത്? കണ്ണേറ് കൊണ്ടന്റെ. ഓക്കെ, കണ്ണേറ് കൊണ്ടന്റെ. നന്നായി പ്രാക്ടീസ് ചെയ്ത് വളരെ കോൺഫിഡൻ്റ് ആണ് അല്ലേ? സാധാരണ പാർട്ടിസിപ്പൻസിനെ പോലെ ഒരു സംശയമോ ടെൻഷനോ ഒന്നുമില്ല, വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ സർഫറാസിൻ്റെ ഫുൾ നെയിം ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ? സർഫറാസ് അഹമ്മദ് ബിൻ അക്ബർ. സർഫറാസ് അഹമ്മദ് ബിൻ അക്ബർ അല്ലേ? ഓക്കെ, എന്തായാലും ഞാൻ സർഫറാസ് എന്ന് തന്നെ വിളിക്കാം. സർഫറാസ്, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണേറ് കൊണ്ടന്റെ കൽബിനെ കവർന്നുള്ള കരളിൻ
മാഞ്ചുവട്ടിയിലിരിക്കുമ്പം ചെക്കനും പെണ്ണായി കളിച്ചില്ലേ. പണ്ട് നാം ഒരുമിച്ച മാഞ്ചുവട്ടിയിലിരിക്കുമ്പം ചെക്കനും പെണ്ണായി കളിച്ചില്ലേ. അന്ന് വീടരും മാപ്പിളയെ നോക്കി നിന്റെ പുന്നാരുമ്മ കൈകൊട്ടി പാടി രസിച്ചില്ലേ. കണ്ണേറു കൊണ്ടെൻ്റെ ഖൽബിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ, നിന്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നുണ്ണാൻ വരും നേരം കളിയാക്കി ചിരിക്കുമോ എന്നെ. കയ്യിലെ കുപ്പിവള ഞാൻ തച്ചുടച്ചതിന്നു കണ്ണീരൊലിപ്പിച്ച പെണ്ണല്ലേ. കയ്യിലെ കുപ്പിവള ഞാൻ തച്ചുടച്ചതിന്നു കണ്ണീരൊലിപ്പിച്ച പെണ്ണല്ലേ. അന്ന് കനകത്തിൻ കാപ്പ് നിന്റെ കൈക്കിട്ട് തരാമെന്ന് ഞാൻ ചൊന്നതോർക്കുന്നുണ്ടോ പൊന്നേ. കണ്ണേറു കൊണ്ടെൻ്റെ ഖൽബിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ, നിന്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുണ്ണാൻ വരും നേരം കളിയാക്കി ചിരിക്കുമോ എന്നെ. അന്നത്തെ ഞാനാണിന്നും തെല്ല് പോലും മാറിയിട്ടില്ലൻ നറിയാത്തോളാണോ ജമീല. അന്നത്തെ ഞാനാണിന്നും തെല്ല് പോലും മാറിയിട്ടില്ലൻ നറിയാത്തോളാണോ ജമീല. പിന്നെ എന്തിനു നിരാശയിൽ മാനം വെന്തിട്ടുരുകുന്നു ഞാൻ ചാർത്താം മംഗല്യപ്പൂമാല. കണ്ണേറു കൊണ്ടെൻ്റെ ഖൽബിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ, നിന്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നുണ്ണാൻ വരും നേരം കളിയാക്കി ചിരിക്കുമോ എന്നെ. കണ്ണേറു കൊണ്ടെൻ്റെ ഖൽബിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ, നിന്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നുണ്ണാൻ വരും നേരം കളിയാക്കി ചിരിക്കുമോ എന്നെ. കളിയാക്കി ചിരിക്കുമോ എന്നെ. കളിയാക്കി ചിരിക്കുമോ എന്നെ. ഇപ്പൊ സർഫറാസ് വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് വളരെ കൂളായിട്ട് പാടിയ പാട്ടല്ലേ. സത്താർക്ക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്ന പാട്ട് ഇത് തന്നെയല്ലേ? ആണോ? ഇത് സർഫറാസിന് സെലക്ഷൻ സർഫറാസ് തന്നെ ചെയ്തതാണോ അതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നു അല്ലേ? ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ചില ഏരിയാസിൽ ഇംപ്രവൈസേഷൻ ഇത് കുറച്ചുകൂടി ഇങ്ങനെയാവും, കാരണം നല്ലൊരു പ്രണയഗാനമാണല്ലോ. അപ്പോൾ അതിന് ഇന്ന മൂഡ് കൊടുക്കണം എന്നൊക്കെ ആരാണ് സജസ്റ്റ് ചെയ്തത്? അത് ഗ്രൂമർ തന്നെയാണ്, ബഷീർക്കാണ് ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ മനോഹരമായ സർഫറാസിൻ്റെ ആലാപനത്തിനെ എങ്ങനെ നമ്മുടെ ജഡ്ജസ് വിലയിരുത്തുന്നു എന്നാണ് നമുക്ക്
അറിയേണ്ടത് ചോദിക്കാം അല്ലേ? റെഡി? റെഡി, കോൺഫിഡൻ്റ് ആണ്. നല്ല അഭിപ്രായം തന്നെ ജഡ്ജസ് പറയുന്നുള്ള കോൺഫിഡൻസിലാണ്. അപ്പോൾ സർഫറാസ് നമുക്ക് നോക്കാം. ആദ്യം ഫിറോസ് കാ. ഉഷാറായി പാടി. താങ്ക് യു കേട്ടോ, നന്നായി പാടി. ആരുടെ പാട്ടാണ് എടുത്തതെന്നറിയോ? സമർപ്പണം റൗണ്ടിൽ ഡെഡിക്കേഷനിൽ ആരുടെ പാട്ടാണ് എടുത്തത്? സത്താർക്ക. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മാപ്പിളപ്പാട്ടുകാരിൽ അല്ലെങ്കിൽ പാടിയ മാപ്പിളപ്പാട്ടുകാരിൽ ഏറ്റവും പ്രായം കൊണ്ട് കാരണവരായ വ്യക്തി കേട്ടോ. ഇപ്പോഴും ഉണ്ട് അദ്ദേഹം കേട്ടോ. ഞാൻ അടുത്തൊന്ന് കാണാൻ പോയി, വളരെ അടുത്തല്ല. എന്നോട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലി എന്നുള്ള പാട്ട് ബെഡിൻ്റെ സൈഡിൽ ഇരുത്തിയിട്ട് ഇരിക്കു ബാബു മോനെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ പാടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സത്താർക്ക നിങ്ങളുടെ ഈ പാട്ടിന് എനിക്ക് കുട്ടിക്കാലത്തൊരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലേ അന്തിയുറങ്ങും റൗളാ ഷരീഫ്. അപ്പോൾ കണ്ണീന്ന് കണ്ണീരിങ്ങനെ ഒലിക്കുന്നു, സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥ. ഇങ്ങനെ പിടിച്ചെന്നെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് പറഞ്ഞു, ഭയങ്കരമായി ഒരു വല്ലാത്ത. അപ്പോൾ സത്താർക്കയുടെ ഒരുപാട് പാട്ടുകൾ മോനെ. അപ്പോൾ മോൻ മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഭംഗിയായിട്ട് പാടി എല്ലാ ഭാഗങ്ങളും. മോന് ഈ സിംഗിങ്ങിന് ഒരു ചെറിയൊരു ഒരു പാടുന്ന അവസാന ഭാഗങ്ങളിലൊക്കെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നതിന് മോൻ്റെതായ ഒരു ശൈലിയാണ്. അതുകൂടി സർഫറാസിൻ്റെ കാര്യത്തിൽ നിന്നൊന്ന് മാറി വരണം. മോൻ പാടി നിർത്തുന്ന ഭാഗങ്ങളൊക്കെ അല്ലേ, അത് സർഫറാസിൻ്റെ ഒരു ശൈലിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൂടി ഒന്ന് മാറി വന്നാൽ അതിന് മോന് മാപ്പിളപ്പാട്ടുകളും ലളിതഗാനങ്ങളൊക്കെ കോച്ചിങ് കൊടുക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അത് ഭംഗിയായിട്ട് പാടുന്നേ. അതിൻ്റെ ഒരു കൾച്ചേർഡ് സിംഗിങ് ഉള്ള ആളുകളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് ഭംഗിയാക്കി എടുക്കാം. അത് വലിയ ആനക്കാരിയൊന്നുമല്ല കേട്ടോ. ആ ഒരു സംഗതിയും കൂടി ആയാൽ മോൻ നല്ല സിംഗറാണ് കേട്ടോ. മനോഹരമായിട്ട് പാടും. താങ്ക് യു ഫിറോസ് കാ. അപ്പോൾ ഇനി നമുക്ക് സജിലത്തയോട് ചോദിക്കാം അല്ലേ? സജില, നമ്മളുടെ മാപ്പിളപ്പാട്ട് മേഖലയ്ക്ക് നിരവധി മികച്ച പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ നമ്മളുടെ കാരണവർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരാളാണ് KG സത്താർക്ക. സത്താർക്കയുടെ നല്ലൊരു പാട്ടാണ് മോൻ ഇവിടെ പാടിയത് കേട്ടോ സർഫോ. എനിക്ക് തുടക്കമൊക്കെ നന്നായിട്ട് വന്നു മോനെ. മെയിനായിട്ട് ഇതിൽ വലിയ വലിയ സംഗതികളൊന്നും ഇല്ലെങ്കിലും ഇതിൽ മെയിൻ ഒരു സുഖമുണ്ട്. ആ ഒരു സുഖം 80% മോനുണ്ടായിരുന്നു കേട്ടോ പാടിയതിൽ. പിന്നെ എപ്പോഴും മോൻ്റെ സിംഗിങ്ങിൽ തോന്നുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് 3 പേർക്കും തോന്നുന്ന കാര്യമാണ് മോൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ സിംഗിങ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സർഫിനോട്, എല്ലാ പാട്ടും മോൻ്റെ ആ ഒരു സ്റ്റൈലിൽ പാടുമ്പോൾ സക്സസ് ആവണം എന്നില്ല അല്ലേ? മോനത് മാക്സിമം എനിക്ക് തോന്നുന്നത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ? മോനത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മോന് ലൈറ്റ് മ്യൂസിക്സ് മെയിനായിട്ട് നോക്കുക. മോന് പ്രാക്ടീസ് ചെയ്താൽ പറ്റും. അതും കൂടി ഒന്നും ഇല്ലെങ്കിലും മോനെ നല്ലൊരു മാർക്ക് തന്നെ മോന് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്ന് ഫ്രീ ആയിട്ട് പാടാൻ ശ്രമിക്കും കേട്ടോ. ആ പിടിച്ചിട്ടുള്ള പാട്ട് എല്ലാത്തിനും ഒന്നും മാച്ച് ചെയ്യില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജില. ശബ്നം, ഒത്തിരി ഇഷ്ടപ്പെട്ടു മോനെ. ശരിക്കും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെരി ഗുഡ് സിംഗിങ് എന്ന്. ഒരു സംഗതികളൊക്കെ പാടുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ലോക്സ് ഉണ്ട്. അത് പറയുമ്പോൾ സിംഗേഴ്സിന് മനസ്സിലാവും. ചെറിയ ലോക്സ് ഉണ്ട് ഈ തിങ്സിൽ. അതൊക്കെ മോന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അതിനൊരു ലോക്സ് കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സസ്റ്റെയിൻ ചെയ്ത് നോട്ട്സ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉണ്ടോ? ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെയാ പറഞ്ഞത്. ആ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസം ഇല്ല അല്ലേ? സർഫറാസിന്റെ കോൺഫിഡൻസ് വന്നിട്ടില്ല. അത് ശരിയാവില്ല. എനിക്കത് അതുകൊണ്ടാണ് ഈ സസ്റ്റെയിൻ ചെയ്യുമ്പം ബുദ്ധിമുട്ട് വരുന്നത്. താഴത്തെ നമ്മുടെ ഷഡ്ജം തൊട്ട് താരഷഡ്ജം വരെയുള്ള നോട്ട്സ് സസ്റ്റെയിൻ ചെയ്ത് ഓരോ നോട്ട്സും എത്ര നേരം പിടിച്ച് നിർത്താൻ പറ്റുമോ അത്രയും നേരം പിടിച്ച് നിർത്തി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സസ്റ്റെയിൻ നോട്ട് ശരിയാവുള്ളൂ പാടുമ്പോൾ. കേട്ടോ? നന്നായിട്ട് പാടി മോനെ. താങ്ക് യു. താങ്ക് യു. അപ്പോൾ സർഫറാസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടി, നന്നായിട്ട് പാടി. പക്ഷേ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ, അത് ഓവർ കോൺഫിഡൻസ് ചെറിയൊരു പ്രശ്നം ആയോ സർഫറാസിന്? അത് അറിഞ്ഞൂടാ. ആയോ? ആയിട്ടുണ്ട്. അപ്പോൾ ഷബ്നത്ത പറഞ്ഞതുപോലെ ഇങ്ങനെ ആലോചനയൊന്നും വേണ്ട, ഞാൻ പ്രാക്ടീസ് ചെയ്തു എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയണം അടുത്ത പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇനി മാർക്സിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഷബ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓൺ 30. 29. 29 on 30. സജില അഗൈൻ ഓൺ 30 എത്രയാണെന്ന് നോക്കാം. 28.5. 28.5 on 30. ആൻഡ് ഫിറോസ്ക 40-ൽ എത്ര മാർക്ക്? 38.5. 38.5 on
40. അപ്പോൾ ടോട്ടൽ മാർക്സ് കിട്ടിയിരിക്കുന്നത് 96. 96 മാർക്കാണ് സർഫറാസിൻ്റെ ഇന്നത്തെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പാടായിരുന്നു അല്ലേ? അപ്പോൾ കുറച്ച് കോൺഫിഡൻറ്റ് ആവണം, പക്ഷെ ഓവർ കോൺഫിഡൻറ്റ് ആവണ്ട എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സർഫറാസ് നന്നായിട്ട് പെർഫോം ചെയ്യുക അടുത്ത റൗണ്ടിൽ. എല്ലാ വിശ്വസും. ഓക്കെ, താങ്ക് യു ബൈ. ഇന്നത്തെ അടുത്ത റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് അസ്നയാണ്. നോമ്പുകാലം റൗണ്ടിലെ അസ്നയുടെ പെർഫോമൻസിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്ന. അസ്സലാമലൈക്കും അസ്ലാത്ത. വലൈക്കും അസ്സലാം അലൈന. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ഗുണമേറും മാസമല്ലോ. 2 വരി പാടാമോ? ഗുണമേറും മാസമല്ലോ റമളാനദിന്നതോർക്കൂ, റമളാനിൽ നോമ്പ് നോൽക്കൽ ഫർളാണ് മുസൽമാന്. ഗുണമേറും മാസമല്ലോ റമളാനദിന്നതോർക്കൂ, റമളാനിൽ നോമ്പ് നോൽക്കൽ ഫർളാണ് മുസൽമാന്. നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ കണ്ടസ്റ്റൻസിൽ പൊതുവെ വളരെ മിതഭാഷിയായ, എപ്പോഴും ഒരു നല്ല ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അസ്ന അല്ലേ? ശരിയാണോ പറഞ്ഞത്? ആണ്. പൊതുവെ നന്നായിട്ട് സംസാരിക്കുമോ അതോ കുറച്ച് സംസാരിക്കുന്ന ആളാണോ? കുറച്ചേ സംസാരിക്കുള്ളൂ. അതുപോരാ, കൂടുതൽ നമുക്ക് സംസാരിക്കണം, കൂടുതൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യണം. ഇന്ന് ഏത് പാട്ടാണ് മോള് പാടുന്നത്? ഗുണമേറും മാസമല്ലോ. പുണ്യമാസമായ റംസാൻ മാസത്തെക്കുറിച്ച് പറയുന്ന പാട്ടാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഈ കോസ്റ്റ്യൂം സെലക്ഷനൊക്കെ ആരാണ്? ഉമ്മയാണോ ഉപ്പയാണോ അതോ അസ്ന തന്നെയാണോ? ഉമ്മച്ചിയുടെയാണ്. പാട്ട് പഠിക്കുന്നതിനകത്തും ഉമ്മച്ചിയാണോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, ഹരി സാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാറാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അസ്ന കോൺഫിഡൻ്റ് ആണ്, റെഡിയാണ്, തകർക്കും അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ആസ്വാദകരിലേക്ക്, പ്രേക്ഷകരിലേക്ക്, ജഡ്ജസിലേക്ക്, എല്ലാവരിലേക്കും ആ പുണ്യമാസമായ റംസാൻ മാസത്തിൻ്റെ വിശുദ്ധി കൂടുതൽ പകർന്നു നൽകുകയാണ് അസ്ന. ഓൾ ദി ബെസ്റ്റ്. ഗുണമേറും മാസമല്ലോ റമളാനദിന്നതോർക്കൂ, റമളാനിൽ നോമ്പ് നോൽക്കൽ ഫർളാണ് മുസൽമാന്. ഗുണമേറും മാസമല്ലോ റമളാനദിന്നതോർക്കൂ, റമളാനിൽ നോമ്പ് നോൽക്കൽ ഫർളാണ് മുസൽമാന്.
അസ്ന, എല്ലാവരുടെ മനസ്സും ചിന്തയും എല്ലാം അള്ളാഹുവിൽ മാത്രമുള്ള ദിവസങ്ങളാണല്ലേ ഈ നോമ്പിൻ്റെ. വ്രതത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന സമയം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ഇതുപോലൊരു പാട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ അള്ളാഹുവിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ അടുപ്പിക്കും. അസ്നയ്ക്ക് പാടി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. വലിയ കുഴപ്പമില്ല. പക്ഷെ വിചാരിച്ചതുപോലെ നന്നാക്കാൻ പറ്റിയോ അസ്നയ്ക്ക്? ശ്രമിച്ചതുപോലെ പറ്റിയിട്ടുണ്ട് അല്ലേ? ബാക്കി ഇനി നമ്മുടെ ജഡ്ജസ് ആണ് കമൻറ്റ് പറയേണ്ടത്. അസ്ന, ജഡ്ജസിൻ്റെ കമൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം അസ്ന വളരെ കൂളായിട്ട് പല സ്റ്റേജസിലെ പല നമ്മുടെ ഇതിന് മുമ്പുള്ള റൗണ്ട്സിലും ഒക്കെ പെർഫോം ചെയ്തു. ഇപ്പം ഫ്രണ്ട്സൊക്കെ എന്താണ് പറയാറുള്ളത്? നന്നായിട്ട് പാടണമെന്ന് പറഞ്ഞു പറയാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്തണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ടോ ഫ്രണ്ട്സ്? അങ്ങനൊന്നും പറയാറില്ല. അപ്പോൾ ജഡ്ജസ് പറയുന്ന കാര്യങ്ങളാണ് അസ്ന ശ്രദ്ധിക്കുന്നത് അല്ലേ? അപ്പോൾ ജഡ്ജസിന് ഇന്ന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫിറോസ്ക ചിരിക്കുന്നുണ്ട്. ഫിറോസ്ക എന്തോ കാര്യമായി കരുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫിറോസ്ക, ഫ്രണ്ട്സ് ഒരു കാര്യം പറയാറുണ്ട് അസ്നയോട്, എൻ്റെ പൊന്ന അസ്ന ഒന്ന് വായ തുറന്ന് സംസാരിക്കുന്നു. അത് പറയാറുണ്ട്, ഉറപ്പാണ് ഇല്ലേ? പറയാറില്ലേ? കണ്ടോ അത് ഞാൻ മനസ്സിലാക്കി. മോള് പാട്ട് നന്നായി പാടി, നല്ലൊരു തിരഞ്ഞെടുപ്പ് കേട്ടോ. മോള് പാടിയത് റമദാൻ റൗണ്ടിൽ പാടിയത് ആരബികം പാടിയ മനോഹരമായൊരു പാട്ട് അല്ലേ? കാഥികയായിരുന്നു, ഗായികയായിരുന്നു. അവർ പാടിയ മനോഹരമായ പാട്ട് മോള് മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. കുറഞ്ഞ പ്ലാനുകൾ മോള് കുറച്ചധികം എടുത്ത് പാടിയിട്ടൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷേ അത് പാട്ടിന് മോശമാക്കിയിട്ടില്ല കേട്ടോ. നന്നായി പാടി. ഒരുപാട് സ്ഥലങ്ങൾ ഒരു സാധാരണ പാട്ടാണ്, മോള് നന്നായി പാടി കേട്ടോ. താങ്ക് യു ഫിറോസ്ക. ഷബ്നം, എന്ത് രസമായിട്ടാണ് പാടിയെന്നറിയോ? നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എത്ര ദിവസം എടുത്തു മോളെ പാട്ട് പഠിക്കാൻ? അത് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ള പാട്ടായിരുന്നു, കേട്ട് പരിചയമുള്ള പാട്ടായിരുന്നു. അപ്പോൾ ബുദ്ധിപരമായ സിംഗറാണ് അസ്ന. അത് നേരത്തെയും അസ്ന തെളിയിച്ചിട്ടുണ്ട്. അസ്നയ്ക്ക് പറ്റുന്ന രീതി ഒരു പ്രത്യേക പാറ്റേണിലുള്ള സോങ്ങാണ് അത്. ആ ഒരു പാറ്റേണിൽ ഒട്ടും കുറവ് വരുത്താതെ ആ സോങ്ങിന് എല്ലാ രീതിയിലുള്ള സിൻസിയാരിറ്റിയും കൊടുത്ത് തന്നെ അസ്ന പാടിയിട്ടുണ്ട്. കാണാനും നല്ല രസമായിരുന്നു. കുറച്ച് ഷൈനസ് ഒക്കെ നല്ലതാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ കുറച്ച് ഷൈ ആയിട്ട്. അസ്നയ്ക്ക് ചേരുന്നതും അതാണ്. എന്ന് വെച്ച് ഞാൻ അങ്ങനെ എപ്പോഴും ഇരിക്കണമെന്നല്ല പറയുന്നത്. ഓക്കെ, നല്ലതാണ് അത്. കുറച്ചും കൂടെ ഒക്കെ ടഫായിട്ടുള്ള സോങ് എടുത്തിട്ട് ഇനി അങ്ങോട്ടുള്ള റൗണ്ട്സിന് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഷബ്നം. സജ്ല, അസ്ന, എന്തോ എക്സലൻറ്റ് സിംഗിങ്. എക്സലൻ്റ് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് അറിയോ? കാരണം മുന്നത്തെ അസ്നല്ല ഇപ്പം ഇന്ന് പാടിയത്. ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു അസ്ന. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുട്ടികളോട് എക്സലൻ്റ് എന്ന് പറയണ്ടേ അല്ലേ? എന്താ പറയുക, കുറേ കുട്ടികൾ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ ഒരു കുട്ടികൾ ഇത്ര പാടുന്നുള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ടിരിക്കുകയാണ് പല കുട്ടികളും. അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് അസ്നയാണ് കേട്ടോ. അസ്നൻ്റെ സിംഗിങ് വളരെ ബെറ്റർ ആയിട്ടുണ്ട് മോളെ. ഞാൻ മൈനസ് ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല മോളെ. ലാൻഡിങ് നോട്ട്സൊക്കെ പെർഫെക്റ്റ് ആണ്, ബേസ് നോട്ട്സൊക്കെ പെർഫെക്റ്റ് ആണ്, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. മെയിനായിട്ട് അങ്ങനെ എടുത്ത് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇനിയും ബെറ്റർ ആയിട്ട് പാടാൻ ശ്രമിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. അസ്ന, ഇപ്പോൾ നമ്മുടെ 3 ജഡ്ജസും നല്ല അഭിപ്രായം അല്ലേ? എക്സലൻ്റ് എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി പട്രുമാലിലെ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജഡ്ജസ് ഓരോ ദിവസം കഴിയുമ്പോഴും പറയുന്ന കമൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടികൾക്കൊന്നും ഒരു പരിമിതിയില്ല. അവർ വിചാരിക്കുന്നിടത്ത് അവർക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഓരോ എപ്പിസോഡിലും അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസ്ന, ഇനി നമുക്ക് വിലപ്പെട്ടൊരു സാധനം ഉണ്ടല്ലേ, അത് വാങ്ങണ്ടേ? മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സജ്ലയിൽ നിന്ന് തുടങ്ങാം. ഓൺ 30 മോളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ എന്തായാലും 29 തരുന്നു. 29 ഓൺ 30. താങ്ക് യു സജ്ല. ഫിറോസ്ക, ഓൺ 40 എത്രയാണ്? മോൾക്ക് എൻ്റെ മാർക്ക് 39. സോ 39 ഓൺ 40 ആണ് അസ്നയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഷബ്നം ഓൺ 30. 29. സോ 97 മാർക്സ്, 97 മാർക്കാണ് അസ്നയുടെ ഈ ഉജ്ജ്വല പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫിറോസ്ക, ഞാൻ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. അപ്പോൾ ആയിഷത്തയുടെ ആ മനോഹരമായ പാട്ട്, അനശ്വരമായ പാട്ട് നന്നായി പാടി. അപ്പോൾ ഭാവിയിലൊരു ആയിഷത്തെ ആവാനുള്ള സാധ്യത ഫിറോസ്ക കാണുന്നുണ്ടോ? പറയാം, തീർച്ചയായിട്ടും ഉണ്ട്. പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ? 2-3 പാട്ടുകാരുടെ നാട്ടിൽ നിന്നാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഇനി ഏറ്റു പറയുന്നില്ല. താങ്ക് യു ഫിറോസ്ക. അസ്ന, അപ്പോൾ നല്ല നല്ല കമൻസ് കിട്ടി. ഒരുപാട്
ഒരു ഇൻസ്പയർഡ് ആവുന്നില്ല ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് അല്ലേ? അപ്പോൾ ഇനിയും നന്നാക്കണം. 97 എന്നുള്ളത് 98, 99, 100. അടുത്ത പെർഫോമൻസ് 100 on 100. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. സമർപ്പണം റൗണ്ടിലെ അടുത്ത ഉഗ്രൻ പെർഫോമൻസിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. ഇർഫാനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഇർഫാനിക്ക. ഹായ് അലീന. സമർപ്പണം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ ആനയെ മദനപ്പൂന്ന പാട്ടാണ്. ആർക്കാ സമർപ്പിക്കുന്നത്? SM കോയ സാറിന്. 2 ലൈൻ പാടാം. ഓ പാടാം. ആനേ മദനപ്പൂ കനിത്തേനാളെ ആടങ്കൽ ബഷിപ്പെട്ട എനയിന്നാളെ വാനപുരി ഹുസ്നുൽ ജമാലോടിപ്പോ ബദറുൽ മുനീറുറ്റ് പയക്കമ്മെപ്പോ. നല്ല പാട്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇർഫാൻ്റെ ഒരു പ്രത്യേകത ഞാൻ ചോദിച്ചാൽ അതെന്തായിരിക്കും ഇർഫാൻ പറയുന്നത്? സ്വന്തമായിട്ട് ഇപ്പം നമുക്ക് നമ്മളെക്കുറിച്ചൊരു അനാലിസിസ് കാണത്തില്ലേ? ഇർഫാൻ എന്ത് തോന്നുന്നു ഇർഫാനെ പറ്റി? അങ്ങനെ ചോദിച്ചാൽ ഒന്നുമില്ലേ? ഇർഫാൻ എപ്പോഴും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയല്ലേ അല്ലേ? എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് ഈ വേദിയിലോട്ട് വന്നിട്ടുള്ളത്. വളരെ കോൺഫിഡൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആ ആത്മവിശ്വാസത്തോടെയല്ലേ ഇന്ന് പാടാൻ പോകുന്നത്. ഏത് പാട്ടാ സമർപ്പണം റൗണ്ടിൽ പാടുന്നേ? ആനയെ മദനപ്പൂ എന്ന് പറഞ്ഞ പാട്ട്. ഇത് ആർക്കുള്ള സമർപ്പണമാണ്? SM കോയക്ക്. SM കോയ 1901 മലബാറിലെ സ്രാമ്പിക്കൽ തറവാട്ടിൽ അബ്ദുറഹ്മാൻ ഇമ്പിച്ചി ആയിഷ ദമ്പതികളുടെ മകനായി ജനനം. മലബാറിൽ മാപ്പിളപ്പാട്ടുകളുടെ ആലാപനത്തിൽ വേറിട്ട ഒരു ശൈലി, അതും കോൽക്കളിപ്പാട്ടിൽ പ്രത്യേക ശൈലി ഉണ്ടാക്കിയെടുത്ത ഗായകൻ. 400-ലധികം ഗ്രാമഫോൺ ഗാനങ്ങൾ ആലപിച്ചു. ഇവയിൽ 70% ഗാനങ്ങളും കല്യാണപ്പാട്ടുകളും കോൽക്കളിപ്പാട്ടുകളുമാണ്. SM കോയക്കുള്ള സമർപ്പണമാണ്. അപ്പോൾ ഈ സോങ് സെലക്ഷനിൽ ഇർഫാൻ്റെ കരങ്ങളാണോ അതോ മറ്റാരെങ്കിലുമാണോ സോങ് സെലക്ട് ചെയ്ത് തന്നത്? തീർച്ചയായിട്ടും ഹെൽപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ അഷ്റഫിക്കയുടെ സഹായമുണ്ട്. അപ്പോൾ നന്നായിട്ട് അഷ്റഫിക്ക ഗ്രൂം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇപ്പം നമുക്ക് ഇന്നിവിടെ കാണണം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.
ഈ ബാക്ക് പൈപ്പറിൻ്റെ ഒക്കെ കഥ പറഞ്ഞതുപോലെ പാട്ട് പാടി അതിലിങ്ങനെ എല്ലാവരെയും എന്താണ് ലയിപ്പിച്ച് ആസ്വദിപ്പിച്ച് ഇർഫാനിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ആണോ? ആണോ? ബിജുക്ക ഉണ്ട്, പക്ഷെ ഇർഫാൻ പാടിയില്ലേ? ബിജുക്ക പിന്നെ പ്രൊഫഷണൽ അല്ലേ, നല്ലൊരു ഡ്രമ്മറാണ്. അത് ബിജുക്ക അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു പ്രൊഫഷൻ്റെ പാട്ടാണ്. പക്ഷെ ഇർഫാൻ എങ്ങനെയല്ല, ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ. അപ്പം നന്നായി പാടി എല്ലാവരും കയ്യിൽ എടുത്തോ? എന്ത് തോന്നുന്നു? അറിയില്ല, അറിഞ്ഞൂടല്ലേ. ഭയങ്കര എന്താണ് എളിമയാണ്. ജഡ്ജസ് പറയണം കയ്യിലെടുത്തു, അതാണ് ഇർഫാന്റെ ലക്ഷ്യം. ഫിറോസ്ക എന്താ കയ്യിലെടുത്തോ ഇർഫാൻ? എല്ലാരെയും ഇർഫാൻ കയ്യിലെടുത്തു, ശരിക്കെടുത്തു. നന്നായി പാടി കേട്ടോ, മനോഹരമായിട്ട് പാടി. ഇത് ആർക്കായിരുന്നു സമർപ്പണം? SM കോയക്ക. മോന് ഒരുപാട് പാടി ഒരുപാട് സംഗതികളും തലങ്ങളൊന്നും കാണിക്കാനുള്ള ഒരു പാട്ടല്ല ഇത് ട്രഡീഷണൽ ഈണമാണ്. മനസ്സിലായോ മോന്? കോൽക്കളിപ്പാട്ടുകളുടെയും മാപ്പിളപ്പാട്ടിലെ നാടൻ പാട്ടുകളുടെയും ഒരു ശൈലി നമ്മൾക്ക് പരിചയപ്പെടുത്തിയ വളരെ കാരണവരായ, അന്തരിച്ചുപോയി, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, ഒരുപാട് കോൽക്കളിപ്പാട്ടുകൾ പാടിത്തന്ന, പണ്ടൊരു പൂമരം നട്ടു നനച്ചു ഞാൻ, പിന്നെ ഈ പാട്ട് ആനേ മദനപ്പൂ കനിതേനാളെ, പിന്നെ അബുവാനോടപ്പോൾ എന്ന് തുടങ്ങുന്ന ഒരുപാട് പ്രശസ്തമായ കോൽക്കളിപ്പാട്ടുകൾ പാടിത്തന്ന വലിയൊരു പാട്ടുകാരനായിരുന്നു. കോൽക്കളിപ്പാട്ടിൻ്റെ ശൈലിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് മോൻ ഈ പാട്ട് ഈ തരത്തിൽ അല്ലേ. ഇതിപ്പോൾ നമ്മുടെ മോൻ ദാസേട്ടൻ്റെ തരണം പിതാവ് വരെ, അതും ആദ്യം പാടുന്നത് SM കോയക്കയാണ്. SM കോയക്കയുടെ പാട്ടാണ്. പിന്നെ ദാസേട്ടൻ പാടിയത് കേട്ടില്ലേ? ആ പാട്ടിലൊക്കെ നമുക്ക് ഒരുപാട് കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതൊരു ശൈലിയാണ്, ഒരു ശൈലി. മോൻ ഒരു ട്രഡീഷനാണ് ഇവിടെ ഏറ്റെടുത്ത് പാടിയത് കേട്ടോ. ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ, നല്ല ക്രിസ്പി പ്ലാനുകളൊക്കെ ഭംഗിയായിട്ട് പാടി കേട്ടോ. ചെറിയ ചെറിയ സംഗതികൾ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. അപ്പോൾ ഇർഫാൻ കലക്കി എന്ന് ഫിറോസ്ക പറഞ്ഞു. ഇനി ബാക്കി 2 ജഡ്ജസ് എന്താണ് അഭിപ്രായം പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം സജില. അയ്യോ, എന്താ പറയാ, ഒരു സ്റ്റേജ് ഷോ കണ്ട ഒരു പ്രതീതിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഇർഫാൻ ആൻഡ് ടീം. ബിജുക്ക അടിച്ചു പൊളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടുന്ന്. ഇനി പാട്ടിലേക്ക് വരാം. ഇർഫാൻ SM കോയക്കയുടെ സമർപ്പണം റൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് മോൻ സെലക്ട് ചെയ്തത്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഇർഫാൻ കൊണ്ടുവരുന്ന പാട്ടുകളൊക്കെ ഭയങ്കര ടഫ് സോങ്സ് ആണ്. പക്ഷേ ഇതൊരു വലിയൊരു ടഫ് സോങ് ആണെന്ന് ഞാൻ പറയില്ല. എന്നാലും ഇർഫാൻ്റേതായ കുറേ ടഫ് ചെറിയ ചെറിയ പ്ലാൻസൊക്കെ മോൻ ഇടയിലിടയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇർഫാൻ്റെ തൊണ്ടയിൽ കൂളായിട്ട് വരുന്ന പ്ലാൻസാണ് കേട്ടോ. പക്ഷേ അത് ടഫാണ് ആ പ്ലാൻസൊക്കെ. അതൊക്കെ നല്ല നല്ല പോയിൻറ്റ്സാണ്. വേറെ ഒന്നും കൂടുതൽ ഈ പാട്ടിൽ കമൻറ്റ് ചെയ്യാനില്ല ഇർഫാൻ. ടോട്ടലി വെരി ഗുഡ്. താങ്ക് യു സജില. ശബ്നം. അടിപൊളി, ഭയങ്കരമായിട്ട് പാടി. മൊത്തത്തിൽ എന്താണ് കോൽക്കളിയും തിരുവാതിരയും ഒക്കെ കണ്ടു ഇവിടെ. ഇർഫാനോട് പറയേണ്ട കാര്യമില്ല, എപ്പോഴും പറയുന്നത് തന്നെ നന്നായിട്ട് പാടി, എക്സലൻറ്റ്, ബ്രില്യൻറ്റ്, ഇതൊക്കെ തന്നെ. എന്നാലും കുറച്ച് ടഫ് ഇല്ലാത്ത പാട്ടായിരുന്നു, കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സോങ് ആയിരുന്നു. അതിന് എങ്ങനെ പാടണോ അതുപോലെ തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് വേണമെങ്കിൽ എന്ന് പറയാം ഇർഫാൻ പാടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കോട്ട്, ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിത്തിൻ്റെ ഓർമ്മ വന്നു എനിക്ക്. അല്ല, ഒരു മീശ കൂടി വെച്ചു കൊടുത്താൽ പണ്ഡിറ്റാവോ? പണ്ഡിറ്റാവുമെങ്കിൽ നമുക്ക് കുറച്ച് സമയം മെനക്കെടുത്താം. അല്ല, ഞാൻ നല്ല രീതിയിൽ പറഞ്ഞത്. ജൂനിയർ സന്തോഷ് പണ്ഡിറ്റിനെ കാണണോ? എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അവന് വന്ന് നിന്നപ്പോഴേ എനിക്ക് അതാ ഓർമ്മ വന്നത്. പോസിറ്റീവായിട്ടാട്ടോ മോനെ പറഞ്ഞത്. താങ്ക് യു ശബ്നം. ഇപ്പോൾ ഇർഫാൻ, അപ്പോൾ നല്ല കമൻസ് കേട്ടു. ഇനി നമുക്ക് നല്ല മാർക്സാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് പോകാം. ശബ്നം ഓൺ 30 എത്ര മാർക്കാണ് ഇർഫാൻ നൽകുന്നത്? 29.5. 29.5 ഓൺ 30. ഇനി ഫിറോസ്ക 39.5. So 39.5 on 40 and Sajla again on 30. ഇർഫാന് ഞാൻ 29 തരുന്നു. 29. So total marks 98 അല്ലേ? 98 മാർക്കാണ് ഇർഫാൻ്റെ ഈ റൗണ്ടിലെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇർഫാൻ നല്ല പെർഫോമൻസ് തുടർന്നും ഇനിയും തുടരുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അസ്ന, സർഫറാസ് ആൻഡ് ഇർഫാൻ 3 പേരും നന്നായിട്ട് പാടിയ പാർട്ടിസിപ്പൻസ് ആയിരുന്നു. നല്ല കമൻസ് ആണ് ജഡ്ജസ് പറഞ്ഞത്. ഇനി അസ്നയാണോ നമ്മുടെ ഇന്നത്തെ
സ്റ്റാർ അറിയില്ല. ഇൻ കേസ് അസ്നയാണെങ്കിൽ അസ്നയ്ക്കുള്ള സമ്മാനം നൽകുന്നത് പ്രിൻസ് പട്ടുപാവാട എറണാകുളമാണ്. ഇനി ഈ 2 സുന്ദരക്കുട്ടന്മാർ, ഒരാൾ വളരെ ടെൻഷനിലാണ്, മുഖത്ത് തന്നെ നമുക്കറിയാം. ഇല്ല, ഇപ്പോൾ ചിരിച്ചു. ഓക്കെ, അപ്പോൾ ഇർഫാൻ ആണോ അതോ സർഫറാസ് ആണോ എന്ന് നമുക്കറിയില്ല. ഇനി ഇവർ 2 പേരിൽ ആരെങ്കിലും ആണെങ്കിൽ ഇവർക്കുള്ള സമ്മാനം നൽകുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലിയാണ്. അപ്പോൾ എന്തായാലും ഇർഫാൻ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഫിറോസ്ക വേദിയിലേക്ക് സ്വാഗതം. ഇനി ഇവരിൽ ആരാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ? 3 പേരും മനോഹരമായിട്ട് പാടിയെന്നുള്ളത് തന്നെ പ്രധാന കാരണം. അപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നത് ഇന്ന് ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ച ഒരാളെയാണ് ഞങ്ങൾ ചർച്ചയിലൂടെ ഇങ്ങനെ തീരുമാനമാക്കിയത്. ഒരു പുതിയ അസ്നയായിട്ട് ഇന്ന് അപാരമായിട്ട് പാടിക്കളഞ്ഞു. അപ്പോൾ നാട്ടുകാരിയുടെ പാട്ടെടുത്ത് പാടിയ നാട്ടുകാരിക്ക് ഒരു സമ്മാനം കൊടുക്കുക എന്ന് നമുക്ക്. അപ്പോൾ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് അസ്ന. ഗുണമേറും മാസമല്ലോ റമളാനതെന്നതോർക്കൂ. റമളാൻ